നേരിയ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബി.പിയും ഇതൊക്കെ സ്റ്റഡി ആയി. പക്ഷെ ആൾക്ക് അനങ്ങാനുള്ള ഒരു ശ്രമം, അതായത് പെയിൻ കൊണ്ട്, ഇപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു പെയിൻ അറിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന്. അത് എങ്ങനെയാപ്പോലും അപ്രോക്സിമേറ്റ്ലി ഒരു 30 lakhs വരുന്ന കോളൊക്കെ കാണുന്നുണ്ട് ഈ പോയിട്ട്. കാരണം സർജറി ഇനിയും ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥയോ അതാണ്. ഇനിയും വിളിച്ചിട്ട് ചോദിക്കും സത്യമാണോ എന്ന് ചോദിക്കുന്നവരിപ്പോഴും ഉണ്ട്. ഇപ്പോൾ 7 ദിവസം 8 ദിവസമായി ഇന്നിപ്പോൾ, ഇപ്പോഴും സ്റ്റിൽ വെന്റിലേറ്ററിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ മാറ്റുന്നതിനെ പറ്റി ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തു. ആൾക്കാർ കാർഡിയാക് അറസ്റ്റ് വന്നു. അത്രയും റിസ്കി കേസാണ്. നമുക്ക് അങ്ങനെ എടുത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഒരു അപകടനില കഴിഞ്ഞിട്ടൊന്നുമില്ല. ആളിപ്പോഴും ആ ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ്. ഒരു നിഖില വിമൽ ചേച്ചി മാത്രം ഒരു ഹോപ്പ് പറഞ്ഞിരുന്നു, ട്രൈ എന്നുള്ള സംഭവം പറഞ്ഞിരുന്നു. കാരണം ആളുടെ റൈറ്റ് സൈഡിൽ നിന്ന് റിയാക്ഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് ഇനി ഡിക്റ്റേറ്റ് ആള് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഫുള്ള് ചതവുകളാണ്. അപ്പൊ ആളുടെ ബ്രെയിൻ ഒന്നൊക്കെ ഒരു 2 weeks എടുക്കും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, സിനിമാ താരം അരുന്ധതി നായരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് ചെറിയൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം അനന്തപുരി ഹോസ്പിറ്റലിലാണ്. നമുക്കൊപ്പം അരുന്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ സഹോദരി ആരതി നമുക്കൊപ്പമുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം, എന്താണ് ഇപ്പോഴത്തെ അരുന്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്താണ് ഡോക്ടർമാർ? അവസ്ഥ ഇൻ ദ സെൻസ് വെന്റിലേറ്ററിൽ തന്നെയാണ്, ക്രിട്ടിക്കൽ ICU വെന്റിലേറ്ററിൽ തന്നെയാണ്, മാറ്റാനായിട്ടില്ല. പക്ഷേ നേരിയ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബി.പിയും ഇതൊക്കെ സ്റ്റഡി ആയി. പക്ഷെ ആൾക്ക് അനങ്ങാനുള്ള ഒരു ശ്രമം, അതായത് പെയിൻ കൊണ്ട്, ഇപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു പെയിൻ അറിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന്. പക്ഷെ ഇപ്പോൾ പുള്ളിക്കാരത്തി ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. ബ്രീത്ത് ഒക്കെ ഓൾറെഡി ചെയ്ത് തുടങ്ങിയായിരുന്നു ഒരുവിധം. അപ്പോൾ ഇപ്പോൾ പെയിനിനോട് ഒരു പെയിൻ എടുക്കുമ്പോൾ ആള് ഒരു ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്യാനും, ഇടത്തെ കൈ മാത്രം, ലെഫ്റ്റ് സൈഡ് മാത്രം ചെറിയ ചെറിയ റെസ്പോൺസുകൾ വരുന്നുണ്ട്. പിന്നെ കൺപോളെ അനക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനൊരു നേരിയ ഒരു ഹോപ്പ് ഉണ്ട്. ഒരു പ്രതീക്ഷയുടെ ഒരു സാധ്യതയാണ് കണ്ടു തുടങ്ങുന്നത്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്, എന്താ പറയുക? ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. കാരണം അത് മാറ്റാറായിട്ടില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ് ആൾക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട്, പിന്നെ പനി ഇടയ്ക്ക് ഫീവർ വന്നു. അപ്പോൾ പിന്നെ ന്യൂമോണിയൻ്റെ ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺഗോയിങ് ആണ്. അപ്പം ഒരു അപകടനില കഴിഞ്ഞിട്ടൊന്നുമില്ല. ആളിപ്പോഴും ആ ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ്. ഒരു ഓക്കെ ആയി വരും എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയാണ് സിനിമാ താരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം, അങ്ങനെ എന്തെങ്കിലും? കാരണം തമിഴ് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. സെയ്ത്താൻ മൂവിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പക്ഷേ അത് സത്യമാണ്. പക്ഷേ ആള് ഒന്നിലും മെമ്പർ ആയിരുന്നില്ല. അതിന് മെമ്പർഷിപ്പ് എടുത്ത് അതിലേക്ക് പോയിട്ടില്ല. കാരണം കുറച്ച് മലയാളത്തിൽ കുറച്ച് തമിഴിൽ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പം പ്രത്യേകിച്ച് ഹെൽപ്പ് അങ്ങനെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഫ്രണ്ട്സൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അറിയാവുന്ന ഒത്തിരി പേരും കുറച്ച് ഹെൽപ്പ്. പക്ഷേ നിഖില വിമൽ ചേച്ചി മാത്രം ഒരു ഹോപ്പ് പറഞ്ഞിരുന്നു, ട്രൈ എന്നുള്ള സംഭവം പറഞ്ഞിരുന്നു. പിന്നെ പ്രേംകുമാർ സാർ വിളിച്ചിരുന്നു. സാറിന് ഒരു പദ്ധതിയുടെ കാര്യം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു വഴി നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ സർജറിയുടെ ഒരു ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു 50 lakhs ഇവിടുന്ന് എക്സ്പെൻഡിച്ചർ പറഞ്ഞത്. അത് കണക്കാക്കി ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഒത്തിരി ഇനി വരും. കാരണം ആളുടെ റൈറ്റ് സൈഡിൽ നിന്ന് റിയാക്ഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് ഇനി ഡിക്റ്റേറ്റ് ആള് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഫുള്ള് ചതവുകളാണ്. അപ്പോൾ ആളുടെ ബ്രെയിൻ ഒന്നൊക്കെ ഒരു 2 weeks എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ നീഡ്സ് വരും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലാണ്. സോ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം പ്രോസസ്സിംഗ് ആണ്. ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണ് അല്ലെ? അത് ഒത്തിരി നീണ്ടു പോകും തോറും നമ്മളെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അക്കൗണ്ടിനൊരു പ്രോബ്ലം ഒക്കെ വന്നു. ഇതൊക്കെ എനിക്കറിയില്ല. ഓൾറെഡി നമ്മുടെ സമയം ഇങ്ങനെ അക്കൗണ്ട് എന്തോ അയക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോൾ അതൊക്കെ സോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബാങ്കിൽ ചോദിച്ചിട്ടുണ്ട്. മൺഡേ കൊണ്ട്, ഇന്ന് 24 മൺഡേ കൊണ്ട് കാര്യങ്ങൾ സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ സുരേഷ് ഗോപി സാറിന്റെ അടിയിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ്.
കുറെ സീരിയൽ താരങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് അത് ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഒത്തിരി ഫ്രണ്ട്സ് ചേച്ചിക്ക് ഇപ്പോൾ ഉണ്ട്. അവർ കുറെ പേരൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രേ ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് അല്ലാത്തവരും എല്ലാവരും പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ സീരിയലിലുള്ള ചേച്ചിമാർ ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഉള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോസ്റ്റ്സ് അവർ ചേച്ചിക്ക് വേണ്ടിയിട്ടിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ പോസ്റ്റിൽ നമുക്ക് കുറേ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന പോലെ ഒത്തിരി പേര് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അവർ ഇപ്പോഴും ഇത് വിശ്വസിക്കാത്തവരും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ ഹോസ്പിറ്റലാണ്, ഇതിൽ കൂടുതൽ നമുക്ക് ഒരു പ്രൂഫും എനിക്കിനി ഇതിനെ പോലെ ആരെയും പ്രൂവ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥയോ അതാണ്. ഇനിയും വിളിച്ചിട്ട് ചോദിക്കും സത്യമാണോ എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 7 ദിവസം 8 ദിവസമായി ഇന്നിപ്പോൾ, ഇപ്പോഴും സ്റ്റിൽ വെന്റിലേറ്ററിൽ തന്നെയാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും? തമിഴിൽ ആക്ച്വലി വിജയ് ആന്റണി സാറിന്റെ ഓഫീസിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പാരന്റ്സ് അവരൊക്കെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നവരാണ്. അത് നോക്കുന്നുണ്ട്. ആള് ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. പിന്നെ നമ്മൾ 1-2 പേര് പറയുന്നില്ല, 1-2 പേരുടെ കാര്യം ഇങ്ങനെ ഓൺ ഗോയിങ് ആണ്. പക്ഷെ അതൊന്നും ആയിട്ടില്ല. അതൊരു എല്ലാം ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു 100% കിട്ടും എന്നുള്ളൊരു ഇതിലായിട്ടില്ല. പക്ഷേ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അക്കൗണ്ടിന്റെ ട്രബിൾ എല്ലാം ശരിയാക്കിയ ശേഷം ഐ ട്രൈ ടു കോണ്ടാക്ട് ദം. ഇപ്പൊ കുറെ അധികം പേര് ഈ ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിപ്പം നമുക്ക് ഒന്നേന്ന് ആദ്യം മുതൽ പറയാൻ പറ്റുന്ന അങ്ങനെയാണോ, ഊഹാപോഹങ്ങളും ചെന്നൈയിലാണോ കൊച്ചിയിലാണോ, ഇതൊക്കെ ഇപ്പോൾ വിളിച്ച് നമ്മളെ തന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അത് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ട് ആദ്യം മുതൽ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അതൊരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ പേരൻസിനോടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം വിളിച്ചിട്ട് സത്യമാണോ, എൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾ നടിയില്ലേ, നിങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത എല്ലാവരും പറയുന്നുണ്ടല്ലേ. നമ്മൾ മനസ്സിൽ കണ്ടത് സർജറിക്കായിരിക്കും അത്രയും കരുതിയാണ് നമ്മൾ അതുവരെ റേസ് ചെയ്തത്. പക്ഷെ അത്രയും നമുക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഇപ്പൊ ഫാമിലിയിൽ നിന്ന് മാത്രം നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയാലൊന്നും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇത് എങ്ങനെയാ പോയാലും അപ്രോക്സിമേറ്റ്ലി ഒരു 30 lakhs വരുന്ന കോളൊക്കെ കാണുന്നുണ്ട് ഈ പോയിട്ട്. കാരണം സർജറി ഇനിയും ചെയ്യണമല്ലോ. ഇപ്പൊ 15 ആണ് അവർ തന്നതെങ്കിലും അതിപ്പോ ഉടനെ ആവും. അത് കഴിഞ്ഞ് ഇതുപോലെ ഇനിയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിപ്പോ എന്തായാലും ഇതൊരു ലോങ് പ്രോസസ് ആണെന്നുള്ളത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട്. ഒരു 6 മാസം 7 മാസം ഇങ്ങനെ മെല്ലെ മെല്ലെ പോകത്തുള്ളൂ. അപ്പൊ നമുക്കത് ഉറപ്പായിട്ടും ഫാമിലിയെ കൊണ്ട് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റാതെ കൊണ്ടാണ് ഞാൻ ഈ പുറത്തോട്ട് ചോദിച്ചത് എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ളത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വെച്ചാൽ സീരിയലുള്ള ആൾക്കാർ തന്നെയാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇട്ടുകൂടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ചോദിച്ചത്, ഹെൽപ്പ് ചോദിച്ചത്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ എന്തുകൊണ്ട് പിന്നെ മാറ്റിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ മാറ്റുന്നതിനെ പറ്റി ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തു. ആൾക്കാർ കാർഡിയാക് അറസ്റ്റ് വന്നു. അത്രയും റിസ്കി കേസാണ്. നമുക്ക് അങ്ങനെ എടുത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. അങ്ങനെ അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് ടു ബി ഫ്രാങ്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് പറയാണ്, എനിക്ക് വളരെ വിശ്വാസമുണ്ട് ഇവിടുത്തെ സാറിന് എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ഹെഡ് ഇഞ്ചുറിക്ക് സാറ് ഹീസ് ദ ബെസ്റ്റ് എന്ന് മാത്രമേ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വി ആർ ട്രൈയിങ് ഹാർഡ്. പിന്നെ ഇവിടുത്തെ ടീമായാലും അവളെ അത്രയും നന്നായിട്ട് തന്നെയാണ് കെയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ ബിലീവ് ഇൻ ദം. ആ ടീമിനെ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ആള് വന്നതുപോലെ അല്ല, ഇപ്പോൾ ഒരു നേരിയ വ്യത്യാസമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡോക്ടേഴ്സിന് അത്രയും നമ്മൾ സമ്മതിച്ചേ തീരുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും സ്വന്തമായിട്ട് തന്നെ ബ്രീത്ത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. BP ആയാലും ബ്രീത്തൊക്കെ സ്റ്റഡിയാണ്. ഇതുവരെ വലിയ വ്യത്യാസങ്ങളൊന്നും ദൈവം സഹായിച്ചു വന്നിട്ടില്ല. പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ കാത്തിരിക്കുകയാണ് അരുന്ധതിയുടെ ഒരു തിരിച്ചു വരവിന്. എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മാത്രമല്ല ചെറിയൊരു സപ്പോർട്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സപ്പോർട്ടാണെങ്കിലും അത് ഇവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. അപ്പൊ എല്ലാവരും ഒരുമയോടുകൂടി തന്നെ നമുക്ക് കൈകോർത്ത് നിൽക്കാം അരുന്ധതിയുടെ ഒരു തിരിച്ചു വരവിനായി പ്രാർത്ഥനയോടെ.